നീ ഇങ്ങനെ പെട്ടെന്നൊന്നും എല്ലാം അവസാനിപ്പിക്കാന്നാണ് ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, ഒഴിഞ്ഞു പോയി തന്നാ മതി. 5-6 വർഷം നല്ലപോലെ പോയിട്ട് പെട്ടെന്ന് വന്ന് ഇങ്ങനെ വേണ്ടാതൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ. നീ എന്തെങ്കിലും വാല്യൂ വരുന്നുണ്ടോ എനിക്ക്? എന്റെ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ട് ഒക്കെ എപ്പോഴും വിളിക്കും, സംസാരിക്കും. നീ അങ്ങനെയാണോ? 2 മെസ്സേജ് അയക്കും, പോവും. പിന്നെ തോന്നുമ്പോ വിളിക്കും. എടി, ഞാൻ അവന്മാരെ പോലെ ജോലിയും കൂലിയില്ല ഇരിക്കുന്നതല്ല. ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാൽ നിനക്ക് മെസ്സേജ് ഇടുന്നു. അത്രയും പ്രഷറിൽ ജോലി ചെയ്ത് വൈകിട്ട് വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നിന്നെ വിളിക്കുമ്പോൾ നീ പറയും നീ ബിസി. ഞാൻ എന്തെങ്കിലും പരാതിയോ പരിമോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കും താല്പര്യമില്ല. നിന്നെക്കാട്ടിയും താല്പര്യം അർജുനുണ്ട്. ഓ, എന്നെ വേണ്ടാത്തതിന്റെ റീസൺ ഒക്കെ മനസ്സിലായി. കൂടെ ചിരിച്ചുകൊണ്ടൊന്ന് കഴുത്തിറക്കരുന്നല്ലടി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാം ഇവിടെ വെച്ച് നിർത്തി. അത്ര തന്നെ. എടി, മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചിട്ട് ആ ഫാമിലിയുടെ മുഴുവൻ ഉത്തരവാദിത്തം വന്ന് ഒറ്റയ്ക്ക് തലയിൽ വീഴുമ്പോഴേ അതിന്റെ ഭാരം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. നീ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ജീവിതം മടുത്തിട്ട് ഇങ്ങനെ പിടിച്ചെന്ന് ജീവിക്കുന്നത്. അപ്പൊ വേറൊരുത്ത നിന്റെ ലൈഫിലോട്ട് കയറിയപ്പോ നീ അവനെ സ്നേഹിച്ചു. പിന്നെ എന്തൊരു മൂഞ്ഞാനോട് എന്നെ സ്നേഹിച്ചത്. മഴവില്ല് തേൻമഴയായി ആ മഴ ആദ്യാനുരാഗമായി ഇതുവരെ അറിയാത്ത ഹബീബിയേ ഹബീബിയേ നീയൻ കണ്ണിലെ കൺമണിയേ അയ്യുനിയേ അയ്യുനിയേ നീയൻ കൽബിലെ പൂവല്ലയോ ഒരു നൂറ് സ്വപ്നവുമായി ഞാൻ നേരെ കഴിയുകയായി ഒരു നൂറ് സ്വപ്നവുമായി ഞാൻ എല്ലാരും വാതില പൂട്ടിയാല് ചാവി ചവിട്ടിന്റെ അടിയിലോ അല്ലെ ജനലിന്റെ അവിടെ അല്ലെങ്കിൽ ഇതാ ഇവിടെ അളക്കര ഷോവിന്റെ അടിയിൽ എവിടെയെങ്കിലും വെക്കല. പക്ഷെ ഞാൻ വെക്കണത് എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോ ചാവി ഇതാ ഇങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കല്. ഇതാ എപ്പോഴും ഞാൻ ഇവിടെയാണ് ചാവി വെക്കാം. നിങ്ങൾ എവിടെ വെച്ച് വെക്കേണ്ടത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ താത്ത വളരെ വലിയ ഉപകാരം. ആ ഭദ്രമായിട്ട് കഥവ് തുറന്ന് സാധനം എടുത്ത് ഞാൻ ചാവി ആ മാവി തന്നെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തായാലും താത്താക്ക് വലിയ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ശരി എന്നാ. പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്, എന്റെ കൂട്ടുകാരന്മാരെ കള്ളമാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉപയോഗപ്പെടും. അസ്സലാമു അലൈക്കും. मौसम जरा सा उठा हुआ